മുസ്ലിം ലീഗ് ഭരിക്കുന്ന കോട്ടയ്ക്കൽ നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. പിന്നാലെ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. വികസന സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം ലഭിച്ച CPM-ലെ വി സരളയ്ക്കുള്ള മുറി മുകൾ നിലയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന സംഘർഷം പോലീസിന്റെ ഇടപെടലാണ് അവസാനിച്ചത്. Peace Public School, Kottakkal, nurturing world-class leaders. നിലവിൽ നഗരസഭാധ്യക്ഷയുടെ ചേംബറിനോട് ചേർന്നുള്ള മുറിയാണ് വികസനാധ്യക്ഷന്മാർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സരളയ്ക്ക് മുറി നൽകിയത് മുകൾ നിലയിലേക്കായിരുന്നു. മരാമത്തിലെ PT അബ്ദുൽ നാസറിനാണ് ഈ മുറി അനുവദിച്ചിരുന്നത്. വിഷയം CPM കൗൺസിലർമാർ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. തുടർന്ന് അബ്ദുവിന്റെ ബോർഡ് അഴിച്ചുമാറ്റി വി സരളയുടെ ബോർഡ് CPM സ്ഥാപിച്ചു. ഇതോടെ ഭരണകക്ഷി അംഗങ്ങളും എത്തിയതോടെ നേർക്കുനേർ വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നു. പോലീസ് ഇൻസ്പെക്ടർ അശ്വത് കാരൻമയിലിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി വിഷയം താൽക്കാലികമായി പരിഹരിച്ചു. തുടർന്ന് നടന്ന കൗൺസിൽ യോഗത്തിലും വിഷയം പ്രതിപക്ഷം ഉയർത്തിയതോടെ ബഹളമയമായി. ഇതിനിടയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് താനൂർ DYSP VV ബെന്നി, DCRB DYSP VS ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും എത്തി. അജണ്ടകൾ തീർപ്പാക്കി കൗൺസിൽ പിരിഞ്ഞതിന് പിന്നാലെ മാറ്റിയ ബോർഡ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ഭരണസമിതി രംഗത്തെത്തി. ഇതിനിടയിൽ നഗരസഭയിലേക്ക് കടത്തിവിടണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ചു. പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറാകാത്തതിനെ തുടർന്നാണ് പോലീസ് ലാത്തി വീശിയത്. കവാടത്തിന് പുറത്ത് നിലയുറപ്പിച്ചിരുന്ന DYFI പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും ഏറ്റുമുട്ടിയതോടെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയെങ്കിലും ഇരുകൂട്ടരെയും പോലീസ് നീക്കി. മണിക്കൂറുകളോളം നീണ്ടുനിന്ന സംഘർഷം പോലീസിന്റെയും മുതിർന്ന നേതാക്കളുടെയും ഇടപെടലിൽ അവസാനിക്കുകയായിരുന്നു. അതേസമയം വിവാദമായതിനെ തുടർന്ന് മുറി അടച്ചുപൂട്ടാനും ശനിയാഴ്ച MLA-യുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പോലീസ് അറിയിച്ചു. യോഗ തീരുമാനം അംഗീകരിച്ചതായി പ്രതിപക്ഷ കക്ഷി നേതാവ് T കബീർ അറിയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അവരുടെ മുറി ഇത്രയും കാലം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉപയോഗിച്ചിരുന്ന മുറി, ആ മുറി മാറ്റിയിട്ട് അവരെ റൂം മുകളിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പകരം ആ മുറി മറ്റൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അനുവദിച്ചായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അതിശക്തമായ പ്രതിഷേധം LDF-ന്റെ കൗൺസിലർമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിച്ചു. ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും ഈ വിഷയം ഗൗരവമായി ഉന്നയിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ആ മുറിക്കകത്ത് നിലവിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ മുറിയിൽ യോഗ നടപടികളുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ അതിനുശേഷം കോട്ടയ്ക്കലിലെ പോലീസ് അധികാരികളും ചെയർപേഴ്സണും ഒക്കെ ബന്ധപ്പെട്ട അധികാരികൾ ചർച്ച നടത്തിയ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാവിലെ മുതൽ നടത്തി വന്നിരുന്ന സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ പരമാധികാരത്തിന്റെ ഭാഗമായാണ് മുറി മാറ്റിയതെന്നും യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ വ്യക്തമാക്കി. ഒരു മാസക്കാലമായിട്ട് നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ആരുമില്ല, അതറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ബോർഡൊക്കെ നമ്മൾ മാറ്റി വെച്ചിരുന്നു. റൂമൊന്നും ആർക്കും അലോട്ട് ചെയ്തിരുന്നില്ല. പിന്നെ റൂം അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയർപേഴ്സന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുപ്പ് നടന്നു. അതിനുശേഷം ഞാനാണ് റൂം അലോട്ട് ചെയ്തത്. എല്ലാത്തിലും ഒരു ഷഫ്ലിംഗ് ഉണ്ടായിരുന്നു. ആ ഷഫ്ലിംഗ് പ്രകാരം ഞാൻ പറഞ്ഞ രീതിയിലാണ് റൂം അലോട്ട് ചെയ്ത് അത് കൊടുത്തത്.